മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ ശിക്ഷാവിധി ഇന്ന്. കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി പറഞ്ഞു. മൃതദേഹമോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനാവാത്ത കേസിൽ ശിക്ഷ വിധിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യ സംഭവമാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകും അല്ലേ? നിഖിൽ, ഇന്ന് 11 മണിക്ക് ശേഷമാണ് കോടതി നടപടികൾ ആരംഭിക്കുക. മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് വിധി പ്രസ്താവിക്കുക. 2 ദിവസം മുൻപ് ഈ കേസിൽ 3 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, കേസിലെ 6ാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തിയത്. ആ കേസിലാണ് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവുക. കേരളം ഉറ്റുനോക്കുന്ന ഒരു ശിക്ഷാവിധി കൂടിയാണ് ഇത്. കാരണം അപൂർവമായ ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു മൃതദേഹം പോലും ലഭിക്കാതെ ഒരു കൊലപാതകത്തിന്റെ ചുരുൾ അഴിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം. 2019 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. പക്ഷേ തുടക്കത്തിലൊന്നും തന്നെ പോലീസിന് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന്റെ ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. പ്രതികൾ തമ്മിലുള്ള ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ വഴിയാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞതും കൊലപാതകം എന്നൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കൊലപാതകം നടന്നു എന്നൊരു നിഗമനത്തിലേക്കും പോലീസിന് എത്താൻ കഴിഞ്ഞത്. കൃത്യമായി തന്നെ വലിയ ശാസ്ത്രീയ പരിശോധന, അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കേസിൽ കൊലപാതകം നടന്നു എങ്കിൽ പോലും ഈ മൃതദേഹത്തിന്റെ ഒരു അവശിഷ്ടം പോലും ലഭിച്ചിരുന്നില്ല. പല രീതിയിലും പോലീസ് കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തിയെങ്കിലും ഇതിന്റെ ഒരു അവശിഷ്ടം പോലും പോലീസിന് ലഭിച്ചിരുന്നില്ല. കാരണം ആ രീതിയിലായിരുന്നു കൊലപാതക കൃത്യം നിർവഹിച്ചത്. ഇയാളെ മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ ഏകദേശം 1.25 വർഷത്തോളം ഒരു മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി തന്നെ പീഡിപ്പിച്ചിരുന്നു. അതിന്റെ ദൃശ്യം ലഭിച്ചിരുന്നു. പക്ഷേ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചില്ല. കൊലപാതകം നടത്തിയതിനു ശേഷം ഈ അദ്ദേഹത്തിന്റെ മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി കളഞ്ഞു എന്നാണ് പ്രതികൾ പറയുന്നത്. പിന്നീട് നാവികസേനയുടെ നേതൃത്വത്തിൽ അടക്കം മുങ്ങൽ വിദഗ്ധർ ഈ ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. കാറിൽ നിന്നും ലഭിച്ച ഒരു മുടി മാത്രമാണ് തെളിവായി ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും മറ്റ് പ്രതികളുടെ മൊഴിയും മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേസ് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ 15 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്, ആകെ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾ വിചാരണ വേളയിൽ മരിച്ചിരുന്നു. ഒരാളെ മാപ്പുസാക്ഷിയാക്കി. പിന്നീട് മറ്റ് 9 പ്രതികളെ വെറുതെ വിട്ടു. നിലവിൽ 3 പേരാണ് കുറ്റക്കാർ. ഇന്ന് ഈ കേസിന്റെ ശിക്ഷാവിധി ഉണ്ടാകും. നിഖിൽ. ശരി ശിവദാസ, മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ ശിക്ഷാവിധി ഇന്നുണ്ടാവും. കേസിൽ 1, 2, 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി. വിവരം നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.